അമേരിക്കയിലെ വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ അത്താഴവിരുന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക ഒരുപക്ഷെ ആ വെടിയൊച്ചയുടെ പേരിലായിരിക്കും. അമേരിക്കയുടെ പ്രസിഡന്റും പ്രഥമ വനിതയും ഉന്നത ഉദ്യോഗസ്ഥരും വരുന്ന വേദിയിലേക്ക് വെടിയൊച്ചകൾ ഇരച്ചു കയറിയപ്പോൾ ലോകം ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് നേരെ വെടിയുതിർത്തുകൊണ്ട് പരിഭ്രാന്തി സൃഷ്ടിച്ച അക്രമി കോൾ തോമസ് അലനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കാലിഫോർണിയയിലെ ടോറന്റ് സ്വദേശിയായ 31-കാരൻ കോൾ തോമസ് നിലവിൽ പരിക്കുകളോടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. സാധാരണ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കോൾ തോമസ് അലന്റെ പ്രൊഫഷണൽ പ്രൊഫൈൽ അതിശയിപ്പിക്കുന്നതാണ്. ലിങ്ക്ഡിൻ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ സയന്റിസ്റ്റ്, ഗെയിം ഡെവലപ്പർ, പാർട്ട് ടൈം അധ്യാപകൻ എന്നൊക്കെയാണ് അലൻ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് ഇയാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയത്. പിന്നീട് കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടി. കാൽടെക്കിൽ അധ്യാപകനായും മറ്റൊരു സ്ഥാപനത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായും പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സമൂഹ മാധ്യമത്തിലെ പ്രൊഫൈലിൽ പറയുന്നു. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് ഫെലോഷിപ്പിലും പങ്കെടുത്തിട്ടുണ്ട്. 2014 ഇത്. കൂടാതെ ബോർഡം, ഫസ്റ്റ് ലോ തുടങ്ങിയ ഗെയിമുകൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നും ഇയാൾ അവകാശപ്പെടുന്നു. 2014 കമല ഹാരിസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇയാൾ സംഭാവന നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഒരു അധ്യാപകന്റെ മുഖംമൂടി അണിഞ്ഞ് ഇയാളെത്തിയത് വൻ ആയുധ ശേഖരവുമായാണ്. ഷോട്ട് ഗൺ, ഹാൻഡ് ഗൺ, ഒന്നിലധികം കത്തികൾ എന്നിവയുമായി സീക്രട്ട് സർവീസ് ചെക്ക് പോയിന്റ് വേദിച്ചാണ് ഇയാൾ വിരുന്ന് നടന്ന ഹാളിലേക്ക് ഇരച്ചു കയറിയത്. മിന്നൽ വേഗത്തിൽ പ്രതികരിച്ച സീക്രട്ട് സർവീസ് ഏജന്റുമാർ ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. വെടിവെപ്പിൽ ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് പരിക്കേറ്റു. ഇദ്ദേഹം അപകടനില തരണം ചെയ്തതായാണ് റിപ്പോർട്ട്. US അറ്റോർണി ജീനിൻ പിറോയുടെ നേതൃത്വത്തിൽ അതീവ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കും. സംഭവത്തെ തുടർന്ന് കാലിഫോർണിയയിലെ ഇയാളുടെ വീട്ടിൽ പോലീസ് പരിശോധനകൾ നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.